everyone, Enlighten Enchanted 1111ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഓൾറെഡി ടൈറ്റിൽ വായിച്ചിട്ടുണ്ടാവും, റെസ്റ്റ് ഓഫ് 2024. ദാറ്റ് ഈസ് ഇനിയും ജസ്റ്റ് 40+ ഡേയ്സ് മാത്രമാണ്. 40 ദിവസങ്ങൾ, 40ഉം ആൻഡ് 1-2 ദിവസം മാത്രമാണ്. സോ ഈ 40 ദിവസങ്ങളിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, ഓക്കെ, അതാണ് നോക്കാൻ പോകുന്നത്. സോ ഗ്രൂപ്പ് 1 അബണ്ടൻസ് ബ്രേസ്ലെറ്റ് ആണ്, ആൻഡ് ഗ്രൂപ്പ് 2 റോസ് ക്വാർട്സ്. ടൈം നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്, ബ്രേസ്ലെറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്, ഓക്കെ. ആൻഡ് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ്, ദാറ്റ് ഈസ് ഫസ്റ്റ് ഗ്രൂപ്പ് ഓർ 2 ഗ്രൂപ്പ്സും സെലക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് ആൻഡ് ഹീലിംഗ്സ് ബുക്ക് ചെയ്യേണ്ട പ്രേക്ഷകർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ക്രിസ്റ്റൽസ് ആൻഡ് ബ്രേസ്ലെറ്റ്സ് ബുക്ക് ചെയ്യാനും സെയിൽസ് ടീമിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. എൻ്റെ മറ്റൊരു ചാനലായ ഡെയിലി മെസ്സേജസ് ആണ് ഇടുന്നത്, അക്കോർഡിംഗ് ടു ദ ടാരോ. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് 1. ഹലോ ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് അബണ്ടൻസ് ബ്രേസ്ലെറ്റ് ആണ്. ഈ ബ്രേസ്ലെറ്റിൽ സിട്രീനിലാണ് എൻ്റെ ശ്രദ്ധ പോകുന്നത്. സോ ദാറ്റ് മീൻസ് ഈ വരുന്ന 40 ഡേയ്സ്, ഓക്കെ, എപ്പോൾ ആണോ ഈ വീഡിയോ കാണുന്നത്, ആ വീഡിയോയിൽ നിന്ന് നെക്സ്റ്റ് 40 ഡേയ്സ് നിങ്ങളുടെ വിൽ പവർ കൂടുകയാണ്, ഓക്കെ. സോ എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചാലും അത് ചെയ്യാനുള്ള വിൽ പവർ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്, ഓക്കെ. സോ ലെറ്റ് സ്റ്റാർട്ട്. എന്താണ് ഈ 40 ദിവസം വരാൻ പോകുന്നത്? Two of Swords, King of Swords, the World, the Sun card, 2 of Wands, 3 of Cups. ഈ വീഡിയോ എന്ന് ലഭിക്കുന്നു പ്രേക്ഷകർക്ക് 2 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച, ഓക്കെ, വരെ വളരെ കൺഫ്യൂസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കും, ഓക്കെ. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നറിയാം, പക്ഷെ എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഓക്കെ. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകാം, ഓക്കെ. ഇൻറ്റ്യൂഷനിലാണ് കാണിക്കുന്നത്. പല പ്രേക്ഷകർക്കും ഇൻറ്റ്യൂഷനിൽ വളരെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ഇൻഡിപെൻഡൻസ്, ദാറ്റ് ഈസ് സ്വയം പര്യാപ്തത എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നില്ല, ഓക്കെ. സോലാർ പ്ലെക്സസ് ചക്രയിലൊന്ന് ശ്രദ്ധിക്കൂ. എന്ന് ഈ വീഡിയോ ലഭിക്കുന്നു, സോലാർ പ്ലെക്സസ് ചക്ര സബ്ലിമിൽ കേൾക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ബീജ് മന്ത്രം കേൾക്കാൻ തുടങ്ങും. ആൻഡ് അത് കഴിഞ്ഞ്, ഓക്കെ, ഈ 2 ദിവസം, ചില പ്രേക്ഷകർക്ക് 2 ദിവസം വരെയാണ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ചിലർക്ക് 2 ആഴ്ച വരെ. 2 ആഴ്ച കഴിയുമ്പോൾ ഓർ 2 ദിവസം കഴിയുമ്പോൾ പ്രേക്ഷകർ ഓട്ടോമാറ്റിക്കലി, ഓക്കെ, കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നതാണ്, ഓക്കെ. പെർട്ടിക്കുലർലി എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെക്കാട്ടിലും, ബിക്കോസ് ഇൻറ്റ്യൂഷൻ ഇപ്പോൾ ബ്ലോക്ക്ഡ് ആണ്, ഇൻറ്റ്യൂഷനെക്കാട്ടിലും മറ്റൊരാൾ വന്ന് നിങ്ങളെ സഹായിക്കുന്നതാണ്. ആൻഡ് ഈ സഹായം ഏത് വഴിയിലും ആകാം. ലിറ്ററലി ഒരാൾ വന്ന് നിങ്ങളെ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്നത് ഒരു ഐഡിയ നൽകുന്നു, ആൻഡ് ആ ഐഡിയയിൽ നിങ്ങൾ ചെയ്യുന്നു, ഓക്കെ. ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കേട്ടു, അല്ലെങ്കിൽ വീഡിയോസ് ആകാം, ന്യൂസ് ആകാം, യുനോ, ഒരു ജനറൽ ആയിട്ടുള്ളൊരു കാര്യം. അവിടെ നിങ്ങളത് കേട്ട് നിങ്ങൾക്കൊരു കാര്യം, ഒരു ഐഡിയ വരുന്നതും ആൻഡ് ആ ഐഡിയയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതുമാണ്, ഓക്കെ. സോ ആ ഒരു കാര്യത്തെ നിങ്ങൾ സ്റ്റെപ്പ് എടുക്കാൻ പോകുകയാണ്. യാത്രകൾ ഏറെ ഉണ്ടാകുന്നതാണ്, ഓക്കെ. ഈ 40 ദിവസത്തിനുള്ളിൽ ഏറെ യാത്രകൾ ഉണ്ടാകുന്നതാണ്. സൂ ആണ് കാണിക്കുന്നത്. സോ ചില പ്രേക്ഷകർ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് സൂവിലൊക്കെ പോകാം, ഓക്കെ. ആൻഡ്
ഫാം കാണിക്കുന്നുണ്ട്. സോ ഫാമിൽ പോകാം. ഓക്കെ, ലീഷ്യർ ടൈമാണ്. ലീഷ്യർ ടൈം ഇൻ ദ സെൻസ് ഇത്തിരി റെസ്റ്റ് എടുക്കാൻ, റെജുവിനേറ്റ് ആകാൻ, ഏറെ ജോലികൾ ചെയ്തിട്ട് ഇത്തിരി റെസ്റ്റ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ചില പ്രേക്ഷകർക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ഏറെ യാത്രകൾ ഉണ്ട്. പക്ഷേ ഈ യാത്രകൾ വളരെ സമാധാനപൂർവ്വമുള്ള യാത്രയാണ്, ടെൻഷനോ സ്ട്രെസ്സിലുള്ള യാത്രകളല്ല. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ചാർട്ടിൽ, ഓക്കെ, ബർത്ത് ചാർട്ടിൽ സൺൻ്റെ പൊസിഷൻ എവിടെയാണോ, ഓക്കെ, ആ ഏരിയ വളരെയധികം നല്ലതാകുന്നതാണ്. ഓക്കെ, സോ നിങ്ങളുടെ ബർത്ത് ചാർട്ട് എടുത്ത് നോക്കൂ. ഓൺലൈനിൽ ഏറെ ഫ്രീ ബർത്ത് ചാർട്ട്സ് അവൈലബിൾ ആണ്. ഓക്കെ, അവിടെ നിങ്ങളുടെ പേരും ഡേറ്റും എഴുതി കഴിഞ്ഞാൽ, ടൈമിംഗ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബർത്ത് ചാർട്ട്സ് ലഭിക്കുന്നതാണ്. ഓക്കെ, സൺൻ്റെ പ്ലേസ്മെൻറ്റ് എവിടെയാണെന്ന് നോക്കൂ, സൂര്യൻ്റെ പ്ലേസ്മെൻറ്റ് എവിടെയാണെന്ന് നോക്കൂ. ആ ഒരു ഏരിയ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നല്ലൊരു സമയം ആ ഒരു ഏരിയയിലുണ്ട് ജീവിതത്തിൽ. ഓക്കെ, 2 of Wands ആണ് വന്നത്. ഏറെ കാര്യങ്ങൾ വളരെ ആലോചനയോട് ചെയ്തെടുക്കുന്ന ഒരു സമയമാണ് ഈ 40 ദിവസം. ബിക്കോസ് ഐ തിങ്ക് 2025 വരുന്നതിന് മുമ്പ് നിങ്ങൾ വളരെയധികം തയ്യാറെടുപ്പാണ്. സോ മൈറ്റ് ബി ചില പ്രേക്ഷകർ 2025 പുതുതായി എന്തോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം ബിസിനസ്സാണ് പലർക്കും. ഓക്കെ, സോ അത് ഓൺലൈൻ ആകാം അല്ലെങ്കിൽ ഓഫ്ലൈൻ ആകാം. പക്ഷേ ആ ബിസിനസ് വളർത്താൻ എന്തൊക്കെ ചെയ്യണം അതിൻ്റെയൊക്കെ കാര്യങ്ങൾ അടുപ്പിക്കുകയാണ് ഇപ്പോൾ ചില പ്രേക്ഷകർ. ഓക്കെ, അതിനുള്ള ഊർജം നിങ്ങൾക്ക് ഏറെയുണ്ട്. ആൻഡ് ഏറെ പേർ നിങ്ങളെ സഹായിക്കാനും വരുന്നുണ്ട്. ഓക്കെ, സോ എങ്ങനെയോ ഈ ഒരു 40 ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സ് തിരികെ കിട്ടും. ഓക്കെ, ചില പ്രേക്ഷകർക്ക് പുതിയ ഫ്രണ്ട്സ് വരും, ചിലർക്ക് കൊലാബറേഷൻ ആണ്. ഓക്കെ, മറ്റാൾക്കാരുമായിട്ട് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്, ജോലി ചെയ്യുന്നതാണ്. ഓക്കെ, ആൻഡ് ചിലർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ലഭിക്കുന്നതാണ്. ആൻഡ് ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ചിലർ അഗ്രികൾച്ചർ ഫാമിംഗ് ഏറ്റെടുക്കാൻ പോകുകയാണ്. ഓക്കെ, സ്വന്തമായ അഗ്രികൾച്ചർ ഫാം, മൈറ്റ് ബി നിങ്ങളൊരു വെജിറ്റബിൾ ഷോപ്പ് തുടങ്ങാൻ പോകുകയാണ്. ഓക്കെ, പലർക്കും പലതാണ്, എല്ലാവർക്കും അല്ല. വെജിറ്റബിൾസ് അഗെയിൻ അബണ്ടൻസിനെ ആണ് കാണിക്കുന്നത്. ആൻഡ് നിങ്ങൾ സെലക്ട് ചെയ്തതും അബണ്ടൻസിൻ്റെ ബ്രേസ്ലെറ്റാണ്. ഓൾറൈറ്റ്, സോ അബണ്ടൻസ് ആണ്. അബണ്ടൻസ് മീൻസ് സന്തോഷം, സംതൃപ്തി, അഭിവൃദ്ധി, ഐശ്വര്യം. ഓക്കെ, ജീവിതത്തിൽ എല്ലാ റീജിയൻസിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ബുദ്ധിമുട്ട് നേരിടുന്ന പ്രേക്ഷകർ, ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഈ വീഡിയോ കിട്ടുന്ന സമയത്തെ ആദ്യത്തെ 2 ദിവസം തൊട്ട് 2 ആഴ്ച വരെ, ഓക്കെ, ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നിലനിൽക്കുന്നതാണ്. പക്ഷെ പെതുക്കെ മാറ്റങ്ങൾ വരുന്നതാണ്. ചില പ്രേക്ഷകർ സ്വയമേ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. ചിലർ മറ്റൊരാളുടെ സഹായത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് എൽസ്. Queen of Cups, 4 of Wands, Two of Cups. So cup energy ആണ് കൂടുതൽ. Queen of Pentacles, 8 of Swords. Let's see. The Devil. എനിക്ക് തോന്നുന്നത് ചില പ്രേക്ഷകർ, നിങ്ങൾക്ക് ഈ സൗഭാഗ്യങ്ങൾ വരുമ്പോൾ ഈ സൗഭാഗ്യങ്ങൾ എനിക്ക് വേണ്ടിയിട്ടാണോ, ഒരു സംശയം വരാൻ, ദാറ്റ് ഈസ് സൗഭാഗ്യങ്ങൾ റൂട്ട് മാറി വന്നതാണോ എന്നുള്ള ഒരു ചിന്തയാണ്. ഓക്കെ, മൈറ്റ് ബി നിങ്ങൾ ഏറിയ നാളുകൊണ്ട് വളരെയധികം സ്ട്രഗിൾസ് നേരിടുന്ന പ്രേക്ഷകരാണ്. ഓക്കെ, ബട്ട് യെസ്, ടൈം ചേഞ്ച് ആകുകയാണ്. നിങ്ങളുടെ ഫേവറിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, ആൻഡ് I don't know why, but subliminal, in your favor, subliminal എന്ന് പറഞ്ഞിട്ട് മാരി കേറ്റ് എന്ന ഇത് പ്രൊമോഷൻ അല്ല, ബട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള സബ്ലിമിനൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ചില യൂട്യൂബേഴ്സ് ഉണ്ട്. ഓക്കെ, സ്പിരിച്വൽ കോച്ചസ് ഉണ്ട്. സോ മാരി കേറ്റിൻ്റെ സബ്ലിമിനൽസ്, അതിൽ ഇൻ യോർ ഫേവർ എന്ന് പറഞ്ഞൊരു സബ്ലിമിനൽ ഉണ്ട്. ഇഫ് നിങ്ങൾ ഈ ബുദ്ധിമുട്ട്, ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകാത്ത ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾ പോകുകയാണെങ്കിൽ ആ ഒരു സബ്ലിമിനൽ കേട്ട് നോക്കുക. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് ആൻഡ് 4 of Wands ആണ് വന്നത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഇൻഡിപെൻഡൻസ്, നിങ്ങളുടെ ഫ്രീഡം കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, എന്താണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഓക്കെ, 2025 നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ തുടക്കം ഇടുന്നതാകാം.
ഈ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീഡം ആണ് നൽകുന്നത്. നിങ്ങളുടെ വ്യക്തത, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ കഴിവുകളുണ്ട്, പ്രേക്ഷകർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, പ്രേക്ഷകർക്ക് എപ്പോഴൊക്കെ ആരുടെ സഹായം വേണം ആരുടെയൊക്കെ സഹായം ഇല്ലാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു ഉണർവിലാണ് വരാൻ പോകുന്നത്. 4 ഓഫ് വോൺസ് ആണ്, സന്തോഷമാണ്, സമാധാനമാണ്, ഐശ്വര്യമാണ്, ഓക്കെ, വിജയമാണ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു അതിൽ വിജയമാണ്, എന്നാൽ സമയമെടുക്കുന്ന വിജയമാണ്. ഓക്കെ, ബിക്കോസ് ഒരു വീട് നമ്മൾ പണിയുമ്പോൾ ഒരു ദിവസം കൊണ്ടോ 2 മാസങ്ങൾ കൊണ്ടോ ഒരു വീട് പണിതെടുക്കാൻ പറ്റില്ല, റൈറ്റ്? സോ അതിന് ഘട്ടങ്ങളുണ്ട്. സോ അതുപോലെ തന്നെ 4 ഓഫ് വോൺസ്, ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ ഒത്തിരി പ്രയത്നിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, ഓർ എൽസ് ഇപ്പോൾ നിങ്ങൾ തുടങ്ങുന്ന കാര്യം നിങ്ങൾക്ക് ഏറെ സന്തോഷങ്ങൾ കൊണ്ടുവരുന്നതാണ്. 2 ഓഫ് കപ്സ് ആണ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ട്നേഴ്സ്, നിങ്ങളുടെ സ്പൗസിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട്, നിങ്ങളുടെ വീട്ടുകാർ, ഓക്കെ, ഫാമിലിയിൽ നിന്ന്, റിലേറ്റീവ്സിൽ നിന്ന്, ഫ്രണ്ട്സിൽ നിന്ന്, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സപ്പോർട്ട് വന്ന് ചേരുന്നതാണ്. ഞാൻ പറഞ്ഞിരുന്നു ബർത്ത് ചാർട്ട് നോക്കൂ, റൈറ്റ്? സോ മിക്ക പ്രേക്ഷകർക്കും അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഓക്കെ, ഫൈനാൻഷ്യൽ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്, ചില പ്രേക്ഷകർ, ഈ വീഡിയോ കാണുന്ന ചില പ്രേക്ഷകർ ജോലി ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അല്ലായിരിക്കാം. നിങ്ങളുടെ വീട്ടിൽ പണത്തിൻ്റെ സോഴ്സ് ആരാണോ, ഓക്കെ, പണത്തിൻ്റെ സോഴ്സ് ആരാണോ, ദാറ്റ് ഈസ് ചിലരുടെ ഹസ്ബൻഡ്സ് ആകാം, ചിലരുടെ വൈഫ് ആകാം, ചിലരുടെ അച്ഛനാകാം, അമ്മയാകാം, ഓക്കെ. സോ നിങ്ങളുടെ വീട്ടിൽ പണത്തിൻ്റെ സോഴ്സ് ആരാണോ അവരുടെ ലൈഫിൽ വളരെയധികം നേട്ടങ്ങൾ വരികയും അതിലൂടെ നിങ്ങൾക്ക് നേട്ടങ്ങൾ വരികയും ചെയ്യുന്നതാണ്. ഓക്കെ, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓർ ഓൾറെഡി ബിസിനസ് ഉള്ള പ്രേക്ഷകർ, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തികമായും ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ്, ദാറ്റ് ഈസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങളായിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ, ഓക്കെ, ലക്ഷറി ഐറ്റംസ് നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 8 ഓഫ് സ്വോർഡ്സ് ആൻഡ് ഡെവിൾ ആണ് വന്നത്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും എവിടെയോ ഒരു ആ കോൺഫ്ലിക്റ്റിലാണ് നിൽക്കുന്നത്. ഇത് എനിക്ക് വേണ്ടിയിട്ടാണോ അതോ ഇതിപ്പോൾ വന്നിട്ട് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോകുമോ? ബിക്കോസ് ആ ഡെവിൾ എനർജി അതിനെ കൂട്ടുകയാണ്. മൈറ്റ് ബി നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങൾക്ക് സപ്പോർട്ടീവ് അല്ലായിരിക്കും, ഈവൻ തോ നിങ്ങൾക്ക് സപ്പോർട്ട് വരുന്നുണ്ട്, എന്നാൽ പോലും ചില ആൾക്കാരുടെ നെഗറ്റിവിറ്റി നിങ്ങളെ ഏറെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, മൈറ്റ് ബി ചില ആൾക്കാർ പറയുമായിരിക്കാം, ഇത് നോക്കാം എത്ര പോകുന്നു. പലയിടത്തും കേൾക്കാറുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഏറെ ക്ലയൻസ് വരുമ്പോഴും പറയുന്നൊരു കാര്യമാണ്, ജസ്റ്റ് ലിസൺ, നിങ്ങൾക്ക് ഉറപ്പുണ്ട്, ഓക്കെ, നാളെ എത്ര ഉറപ്പുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും അത് ഏത് നിമിഷം വേണേലും പോകാം. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ഉറപ്പുണ്ട് ദാറ്റ് എനിക്കിതിൽ സന്തോഷമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ചെയ്യൂ, വിജയിച്ചാലും ഇല്ലേലും. ഓക്കെ, ബിക്കോസ് ഇവിടെ ഉണ്ട് ചില ആൾക്കാർ അവരാഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകണം എന്നുള്ളത്. ഓക്കെ, വൺ ഓർ ദി അതർ വേ. ചിലപ്പോൾ ചില ആൾക്കാർ ഏറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം നിങ്ങളെ, ഓക്കെ, നിങ്ങൾ ഇത് ചെയ്യുക അത് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടാകാം, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരത് ആഗ്രഹിക്കുന്നില്ല. സോ ആ ഒരു ആഗ്രഹക്കേട്, ദാറ്റ് ഈസ് അവരാഗ്രഹിക്കാത്ത കാര്യം എങ്ങനെയെങ്കിലും അവരുടെ വാക്കിലോ അവരുടെ പ്രവൃത്തിയിലോ നിങ്ങൾ കാണുന്നതാണ്. പക്ഷേ അതിനെ ഇഗ്നോർ ചെയ്യൂ എന്ന മെസ്സേജ് ആണ് വരുന്നത്. Now let's see സ്പിരിറ്റ് ഗൈഡ്സ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. Any further message from spirit guides? Sacral chakra and choose wisely. ഓപ്ഷൻസ് ഏറെ ലഭിക്കുന്നതാണ്. ഓക്കെ, ഏറെ ഓപ്ഷൻസ് വരും പ്രേക്ഷകരുടെ ലൈഫിൽ. ശരിയായതെന്ത് നന്നായി ആലോചിച്ചിട്ട് മാത്രം എടുക്കൂ. പ്ലസ് സേക്രൽ ചക്ര. സോ ഓൾറെഡി ഞാൻ സോലാർ പ്ലെക്സസ് ചക്രയിൽ വർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതിനൊപ്പം തന്നെ സേക്രൽ ചക്ര സബ്ലിമേഴ്സും കൂടി കേൾക്കുക. ബിക്കോസ് നിങ്ങളുടെ സന്തോഷം എത്ര കൂടുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ശരിയായ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഓൾറൈറ്റ്. സോ ലെറ്റ്സ് സീ ഫോർ ദി ഏഞ്ചലിക് അഡ്വൈസ്. നോട്ട് ദ റൈറ്റ് ടൈം. ഇഫ് നിങ്ങൾ പല ആൾക്കാരോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഓക്കെ,
ദാറ്റ് ഈസ് നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നത് പറയുകയാണെങ്കിൽ നോ, ഇപ്പോൾ അത് ശരിയായ സമയമല്ല, പറയാതിരിക്കുക. നിങ്ങൾ ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യൂ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ ചെയ്യൂ, പക്ഷേ ആൾക്കാരെ അറിയിക്കാതിരിക്കൂ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നോ എനി ഫർദർ മെസ്സേജ് വൈ ഇറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് ടൈം. പ്രേക്ഷകർക്ക് ഇത്രയും കൂടി ഇൻഡിപെൻഡൻസ് ലൈഫിൽ കൊണ്ടുവരാനുണ്ട്. ഓക്കെ, ആസ് വെൽ ചില ബ്ലോക്കേജസ് ഉണ്ട്, അത് ഡിവൈൻ മാറ്റി തരുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയുള്ള ബ്ലോക്കേജസ് അതും കൂടി മാറാൻ സമയമെടുക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പോൾ അധികം ആൾക്കാരെ ഒന്നും അറിയിക്കാതിരിക്കൂ എന്നത് വരുന്നത്. ആൻഡ് ഇത്രയും കൂടി ഇൻഡിപെൻഡൻസ് ലൈഫിൽ കൊണ്ടുവരൂ. നിങ്ങൾ ഇപ്പോഴും ഏറെ കാര്യങ്ങൾക്ക് മറ്റാൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാകാം. ദാറ്റ് ഈസ് പല ആൾക്കാരുടെ അഭിപ്രായം അറിയാൻ ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യത്തിന് മറ്റാൾക്കാരുടെ അഭിപ്രായം അറിയാൻ ശ്രമിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ മറ്റാൾക്കാർ എന്തെങ്കിലും ചെയ്തു തരട്ടെ എന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, സോ ഇവിടെ പറയുന്നത് അങ്ങനെ ചെയ്യാതിരിക്കുക. ബിക്കോസ് ആരും വരില്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നവർ പോലും ചിലപ്പോൾ അവർക്ക് സമയം കിട്ടാതെ വരും. സോ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യൂ. അധികം ആരോടും പറയാതിരിക്കൂ. എല്ലാം ഒത്തുചേർന്ന് വരുമ്പോൾ ദാറ്റ് ഈസ് എല്ലാം എനിക്ക് ഓക്കെയാണ്, ഇനി എനിക്ക് മുന്നോട്ട് പോകാം എന്നത് ടൈം വരുമ്പോൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ ഗൈസ്, സോ ഗ്രൂപ്പ് 1 ഇതാണ് ഗ്രൂപ്പ് 1ൻ്റെ നെക്സ്റ്റ് 40 days റീഡിങ്. ഈ റീഡിങ് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ആൻഡ് ഈ റീഡിങ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർക്ക് റീഡിങ്സ് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് മാക്സിമം ഷെയർ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് ടു ചൂസ് ചെയ്തത് റോസ് കോട്സ് ബ്രേസ്ലെറ്റ് ആണ്. സംഹാവ് എനിക്ക് കിട്ടുന്ന ഫീലിംഗ് ഡൾനെസ്സിൻ്റെ ആണ്. ഓക്കെ, മൈറ്റ് ബി നിങ്ങൾ വളരെ ഡല്ലാണിപ്പോൾ, ഒത്തിരി വീക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം, ഒത്തിരി ക്ഷീണം. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു എനർജി നിങ്ങളുടേതല്ലാത്തൊരു എനർജിയാണ്. നിങ്ങൾ നേരത്തെ എത്ര നല്ല ഊർജത്തോടെ പ്രവർത്തിച്ചിരുന്നു, ആ ഒരു ഊർജം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മിസ്സിങ് ആയിരിക്കാം. ഓക്കെ, ബിക്കോസ് എനിക്ക് ഡൾനെസ് ആണ് കിട്ടുന്നത്. സോ ലെറ്റ്സ് സീ നെക്സ്റ്റ് 40 ദിവസം പ്രേക്ഷകർക്ക് എങ്ങനെയാണ്. ദ ഹെർമിറ്റ്, Six of Cups, Four of Cups, Five of Wands, വളരെ സ്ലോ മൂവിങ് എനർജി, വളരെ സ്ലോ. ഓക്കെ, ചില പ്രേക്ഷകർ ആഗ്രഹിക്കുന്നില്ല ഒന്നും ചെയ്യാൻ. മൈറ്റ് ബി നിങ്ങൾ റെസ്റ്റിംഗ് സോണിലാകാം. ഓക്കെ, റെസ്റ്റ് എടുക്കാനായിരിക്കാം നിങ്ങളുടെ ബോഡി അങ്ങനെ പറയുന്നത്. ഓർ ചില പ്രേക്ഷകർ ഒരു മടുത്ത എനർജിയാണ്. ഓക്കെ, ഇനിയും ചെയ്യാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. എനർജി ഇപ്പോൾ നിങ്ങളുടെ നല്ലൊരു എനർജിയിൽ അല്ല എന്നുണ്ടെങ്കിൽ, ബിക്കോസ് ചില പ്രേക്ഷകരുടെ എനർജി പാസ്റ്റിലാണ്. ഓക്കെ, പണ്ട് നടന്ന കാര്യങ്ങൾ, പണ്ട് നടന്ന സന്തോഷങ്ങളുള്ള ഒരു ലൈഫ്, ആ ഒരു ടൈം പീരീഡാണ് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മൈറ്റ് ബി ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇത്തിരി സ്ട്രെസ് ആൻഡ് ടെൻഷൻ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ നിങ്ങളുടെ കുഞ്ഞുനാളത്തെ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജ് ഡേയ്സിലെ ആകാം, ആ സമയത്തെ ആ സന്തോഷം. ഓക്കെ, അതാണ് നിങ്ങൾ ആലോചിക്കുന്നത്. ആരോടധികം മിണ്ടാതെ ശൂന്യത, ഒരു ശൂന്യത അനുഭവിക്കുന്ന പ്രേക്ഷകർ. എല്ലാ പ്രേക്ഷകർക്കും അല്ല, എന്നാൽ ചില പ്രേക്ഷകർ. ഓക്കെ,
ഞാൻ ഇവിടെ പറയുന്നത് മെഡിറ്റേഷനിലിരിക്കും. ഓക്കെ, നിങ്ങൾ എന്താണ്, ഓക്കെ, ആ ഒരു എനർജി, നല്ല സമയം, ആ ഒരു നല്ല സമയത്തെക്കുറിച്ച് ആലോചിക്കൂ. ഓക്കെ, അന്നേരം എന്തൊക്കെ നിങ്ങൾ പഠിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ലൈഫിൽ നടന്നു അതാലോചിക്കൂ. ഇപ്പോഴത്തെ നിങ്ങളുടെ സമയം, ഓക്കെ, ഇപ്പോൾ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഒരു വിഷമം, ഓക്കെ, അതിനെക്കുറിച്ച് ആലോചിക്കൂ. എന്തുകൊണ്ടാണ് ഈ വിഷമം വരുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് എന്നത് ആലോചിക്കൂ. ബിക്കോസ് സംവെയർ നിങ്ങൾക്ക് ആരോ സ്നേഹത്തിൻ്റെ കപ്പ് നൽകുന്നുണ്ട്, പക്ഷെ അത് നിങ്ങൾ എടുക്കുന്നില്ല. കാരണം നിങ്ങളുടെ ഐ ഫീൽ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ അവിടെ നിങ്ങൾ സന്തോഷത്തിലല്ല. ബിക്കോസ് നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ട്. കോൺഫ്ലിക്റ്റ് മൈറ്റ് ബി നിങ്ങളുടെ ഒപ്പം താമസിക്കുന്നവരുമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ താമസിക്കുന്നു ആ ചുറ്റുപാടുമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം. ഓക്കെ, ബിക്കോസ് എവിടെയോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലല്ല, ഈവൻ തോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ആ ഒരു വീടിൻ്റെ ഒരു സാഹചര്യം ഉണ്ടല്ലോ, എവിടെ നമ്മുടെ വീട്, ഓക്കെ, ആ ഒരു സ്വസ്ഥത അല്ലെങ്കിൽ ആ ഒരു സമാധാനം, ഞാൻ എൻ്റെ വീട്ടിലാണ്, ആ ഹോം, ഫീലിംഗ് ഓഫ് ഹോം, ഓക്കെ, ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഇതെൻ്റെ ഫീലിംഗ് ഓഫ് ഹോം എന്ന് വെച്ചാൽ എന്താണ്, എവിടെ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ട്. ഓക്കെ, സോ ഇവിടെ എന്തുകൊണ്ടും ആ സംതൃപ്തി എനിക്ക് കാണുന്നില്ല. പ്രേക്ഷകർ ചെയ്യേണ്ട കാര്യം, ഈ ഒരു എനർജി ഞാൻ പറഞ്ഞ പ്രേക്ഷകർ, ഓക്കെ, ഇഫ് ഈ എനർജിയുമായിട്ട് നിങ്ങൾ കമ്പാറ്റബിൾ ആകുന്നില്ല, നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നില്ലെങ്കിൽ ഗ്രൂപ്പ് 1 കാണുക. ഓക്കെ, ബിക്കോസ് ഇത് നിങ്ങൾക്കുള്ളതല്ല. സോ ഈ പറഞ്ഞ അനുഭവങ്ങൾ ഉള്ള പ്രേക്ഷകർ ചെയ്യേണ്ടത് ചാരിറ്റിയാണ്. നിങ്ങൾക്ക് എന്നീ വീഡിയോ കിട്ടുന്നോ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ദാനം കൊടുക്കൂ. അത് അന്നദാനമാണെങ്കിൽ വളരെ നല്ലതാണ്. ഓക്കെ, അതില്ല എന്നുണ്ടെങ്കിൽ വസ്ത്രങ്ങൾ ദാനം കൊടുക്കുന്നതാകാം, ബ്ലാങ്കറ്റ്സ് ദാനം കൊടുക്കുന്നതാകാം, ഒരു ആളുടെ അത്യാവശ്യം അനുസരിച്ച് ദാനം കൊടുക്കുന്നത് അത് വളരെ ഉപകാരപ്പെടുന്നതാണ്. ഈ ഗ്രൂപ്പിൽ പ്രേക്ഷകർ ചെയ്യേണ്ട ഒരു കാര്യം, സെലനൈറ്റ് ക്രിസ്റ്റൽസ് ലഭിക്കും. ഓക്കെ, സെലനൈറ്റ് ക്രിസ്റ്റൽ നിങ്ങളുടെ ഹാർട്ട് ചക്രയിലൊന്ന് ക്ലോക്ക് വൈസ് ഡിറക്ഷനിലൊന്ന് കൊണ്ടുപോകുക. ബിക്കോസ് എവിടെയോ ക്ലെൻസിങ് വളരെ ആവശ്യമാണ്, പെർട്ടിക്കുലർലി ഹാർട്ട് ചക്ര ക്ലെൻസിങ് ആവശ്യമാണ്. ഓക്കെ, ഓർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സെലനൈറ്റ് ക്രിസ്റ്റൽ, ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് കിട്ടും, വലുത് കിട്ടും, നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് വാങ്ങിക്കൂ. ആ ക്രിസ്റ്റൽസ് കയ്യിൽ വെക്കുക കുറച്ച് നേരം. എപ്പോഴൊക്കെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നു അന്നേരം വെക്കാം, രാത്രി കിടക്കാൻ നേരത്തെ ഒരു ഇച്ചിരി നേരം കയ്യിൽ വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തലയാണയുടെ കീഴിൽ വെച്ച് നിങ്ങൾക്ക് കടന്ന് ഉറങ്ങാവുന്നതാണ്. ഓക്കെ, സോ സെലനൈറ്റ് ക്രിസ്റ്റൽ യൂസ് ചെയ്യൂ. ഒത്തിരി എനർജി, അൺവാണ്ടഡ് എനർജി ഉള്ളത്, വേണ്ടാത്ത എനർജി എന്തൊക്കെയുണ്ടോ അതങ്ങ് മാറിപ്പോകുന്നതാണ്. ഓക്കെ, സ്റ്റാർ കാർഡാണ്, പേജ് ഓഫ് വാൻഡ്സ്, സെവൻ ഓഫ് പെന്റിക്കിൾസ്, നൈറ്റ് ഓഫ് സ്വോർഡ്സ്, ജസ്റ്റിസ്, Queen of Pentacles and Seven of Cups. നിങ്ങൾക്ക് ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട് പ്രേക്ഷകർക്ക്. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി ബിക്കോസ് റോസ് കോഡ്സ് ആണ്, ആയത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഹീലിംഗ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് ഹീലിംഗ് ആവശ്യമുണ്ട്, ഓർ എൽസ് നിങ്ങളുടെ ഹോൾ ബോഡി ഡീടോക്സ്, ഹോൾ ബോഡി ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ആയത് നിങ്ങൾ സബ്ലിമൽ സ്റ്റാർട്ട് ചെയ്യൂ, അല്ലെങ്കിൽ 7 ചക്ര സബ്ലിമൽ കേൾക്കൂ. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ 7 ചക്ര ബീജ് മന്ത്രങ്ങൾ ചൊല്ലൂ. ഓൾ റൈറ്റ്, റെസ്റ്റ് എടുക്കുന്ന സമയത്ത്, ഓക്കെ, ഇത്തിരി നേരം കിടക്കുന്ന സമയത്ത് സബ്ലിമൽസ് ഓൺ ചെയ്ത് കിടക്കൂ. ചിലർക്ക് സബ് കോൺഷ്യസ് മൈൻഡ് റീവയറിങ് സബ്ലിമൽ കേൾക്കേണ്ടതാണ്. ഓക്കെ, ബിക്കോസ് ഈ ഒരു ഗ്രൂപ്പിലെ പ്രേക്ഷകർ നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ജേർണൽ,
ഒരു ബുക്ക് എടുത്ത് നിങ്ങളുടെ ആഫർമേഷൻസ് എഴുതുക, നിങ്ങളുടെ വിഷസ് എഴുതുക. അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ധാരാളം അല്ല. ബിക്കോസ് മൂടിക്കിടക്കുന്ന എനർജിയാണ്. ആ മൂടിക്കിടക്കുന്ന എനർജി മാറ്റേണ്ടത് ആവശ്യമുണ്ട്. അതിൽ നിങ്ങൾക്ക് ഈ സബ്ലിമൽസ് ആണ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ സബ്ലിമൽസ് പറയുന്നത്? ബിക്കോസ് അത് വളരെയധികം ഇഫക്റ്റീവ് ആണ്. ആ ഒരു ബ്ലോക്കേജസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ, ആ എനർജി അലൈൻഡ് ആയി കഴിയുമ്പോൾ, നിങ്ങൾ ചെയ്യുന്ന ആഫർമേഷൻസ്, നിങ്ങൾ ചെയ്യുന്ന സ്ക്രിപ്റ്റിംഗ്, നിങ്ങൾ ചെയ്യുന്ന സ്വിച്ച് വേർഡ്സ്, റിച്വൽസ്, ഇതെല്ലാം ഫലിക്കാൻ തുടങ്ങുന്നതാണ്. പേജ് ഓഫ് ഫോൺസ് ആണ്. നിങ്ങൾ ഓൾറെഡി ആ എനർജിയിൽ നിൽക്കുകയാണ്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് റിസീവ് ചെയ്യാനുള്ള എനർജി. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ വരാൻ റെഡിയാണ്. ആ ആഗ്രഹങ്ങളെ റിസീവ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്. ബട്ട് അതൊരു യങ് എനർജിയാണ്. ഓക്കെ, പിന്നെ വെയിറ്റിംഗ് പീരീഡ് ആണ്. വെയിറ്റിംഗ് പീരീഡ് ഇൻ ദ സെൻസ് നിങ്ങൾ ഏറെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു, ഇപ്പോഴും നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയോ ആ വെയിറ്റിംഗ് എന്നുള്ള വേർഡ്. ഓക്കെ, ഞാൻ അന്നും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇന്നും എനിക്ക് വെയിറ്റിംഗ് ആണ്, ഇനി നാളെയും വെയിറ്റിംഗ് ആയിരിക്കും. ഓക്കെ, ആ വെയിറ്റ് എന്ന വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റൂ. എല്ലാ ദിവസവും പറയുമ്പോൾ ഇഫ് ഒരാൾ വിളിക്കുകയാണ് ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇപ്പോൾ വരാം. ഓക്കെ, വെയിറ്റ് എന്ന വാക്ക് WAIT, വെയിറ്റ് എന്ന വാക്ക് നിങ്ങളുടെ ഡിക്ഷണറിയിൽ നിന്ന് മാറ്റൂ എന്നതാണ് വരുന്നത്. ബിക്കോസ് എവിടെയോ ഈ വെയിറ്റിംഗ് പീരീഡ് മാറിയാൽ നിങ്ങളുടെ കാര്യങ്ങൾ പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യുന്നതാണ്, വേഗതയിൽ പോകുന്നതാണ്. ജസ്റ്റിസ് കാർഡാണ്. എവിടെയോ നിങ്ങൾ ജസ്റ്റിസിന് വേണ്ടി ഏറെ എഗെയിൻ വെയിറ്റിംഗ് ആണ് വരുന്നത്. സോ ജസ്റ്റിസ് നടക്കേണ്ട സമയത്ത് നടന്നോളും. ഓക്കെ, ഇഫ് നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഡിവൈന് വിട്ടേക്കൂ. ഓക്കെ, സമയമാകുമ്പോൾ ഡിവൈൻ ചെയ്ത് തരുന്നതാണ്. പേപ്പർ വർക്ക്സ് അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ, പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ ദാറ്റ് ഈസ് ഈ പ്രേക്ഷകർ പേർപ്പിൾ ലൈറ്റ് അല്ലെങ്കിൽ വോയ്ലറ്റ് ലൈറ്റ് മെഡിറ്റേഷൻ കേൾക്കേണ്ടതാണ്. അത് ഗൈഡഡ് മെഡിറ്റേഷൻ കിട്ടും, സബ്ലിമൽ കിട്ടും, ഏതാണോ ഇഷ്ടം അത് ചെയ്യാം. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ മെഡിറ്റേഷനിലിരിക്കുമ്പോൾ ഒരു പേർപ്പിൾ ലൈറ്റ് നിങ്ങളുടെ ക്രൗൺ ചക്രയെ സറൗണ്ട് ചെയ്ത് നിങ്ങളുടെ ഹോൾ ബോഡി ആൻഡ് എല്ലാ ചക്രേസിലും സറൗണ്ട് ചെയ്തിരിക്കുന്നു എന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, കാണേണ്ടതാണ്, മനക്കണ്ണിൽ കാണേണ്ടതാണ്. നൗ ഈ 40 ഡേയ്സ് ഈ കാര്യങ്ങൾ ചെയ്യൂ. സോ ദാറ്റ് 2025 നല്ല ബെറ്റർ എനർജിയിൽ നിങ്ങൾ നിൽക്കാൻ. ബിക്കോസ് നിങ്ങളുടെ എനർജി വളരെ നല്ലതാണ്. നിങ്ങളുടെ കേപ്പബിലിറ്റിയാണ് ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് 7 ഓഫ് കപ്സ്. ഈ 7 ഓഫ് കപ്സ് ഇവിടെ ഓപ്പർച്യൂണിറ്റി അല്ല കാണിക്കുന്നത്. ഈ 7 ഓഫ് കപ്സ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരേ നിമിഷത്തിൽ മൾട്ടി ടാസ്കിങ്. ഓക്കെ, ഒരേ നിമിഷത്തിൽ 7 കൂട്ടം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങൾ. ഈ എനർജിയിലേക്ക് വരണം ഈ 40 ദിവസത്തിനുള്ളിൽ. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് മെഡിറ്റേഷനിലാണ്. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ എനർജി നേരെയാക്കി വെയിറ്റിംഗ് പീരീഡ് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് മാറ്റി. ഓക്കെ, കോൺഫ്ലിക്ട്സ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ ചുറ്റുപാട്, ഈ ചുറ്റുപാടിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധ മാറ്റാൻ നോക്കൂ. ഓക്കെ, അത് നിങ്ങളുടെ ചുറ്റുപാടാകാം, നിങ്ങളുടെ വീടാകാം, ശ്രദ്ധ മാറ്റാൻ നോക്കൂ. ഓക്കെ, അതിന് നല്ലൊരു ഉപായം എന്ന് പറയുന്നത് മ്യൂസിക്കാണ് എന്നെ കാണിക്കുന്നത്. പാട്ടുകൾ, നിങ്ങൾ പാട്ടുകൾ കേൾക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ പാട്ടുകൾ കേൾക്കൂ. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു എനർജി നിങ്ങൾക്കുള്ളതാണ്. കാരണം 2025 വരുമ്പോഴത്തേക്കിന് നിങ്ങൾ നിങ്ങളുടെ എനർജി നല്ലൊരു ഇതിൽ, നിങ്ങളുടെ ദൃഢത, നിങ്ങൾക്ക് എന്ത് വേണമെന്നറിയാം, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാം, ആ ഒരു ദൃഢതയിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഏറെ ഹീലിംഗ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ശരീരത്തിൽ വേണ്ട ഹീലിംഗ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ലഭിക്കുന്നതാണ്. ബിക്കോസ് ഐ ബിലീവ് ആർക്കേഞ്ചൽ റഫാലിൻ്റെ പ്രസൻസ് ഉണ്ട്. പക്ഷേ ആർക്കേഞ്ചൽ റഫാലിന്
ആർക്കേഞ്ചൽ റഫായൽ സെൻഡ് ചെയ്യുന്ന ഹീലിംഗ് നിങ്ങൾക്ക് റിസീവ് ആകുന്നില്ല. കാരണം നിങ്ങൾക്ക് അബണ്ടൻസും ഹീലിങ്ങും ഒന്നിച്ചാണ് പോകുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ഹാർട്ട് ചക്ര സെലനൈറ്റ് ക്രിസ്റ്റൽ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് സെലനൈറ്റ് ക്രിസ്റ്റലിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ട് അതിൽ കുറച്ച് നേരം നോക്കിയിരിക്കാൻ ശ്രമിക്കൂ. പക്ഷേ ഐ സജസ്റ്റ് സെലനൈറ്റ് ക്രിസ്റ്റൽ വാങ്ങിക്കൂ. എൻ്റെ അടുത്തും അവൈലബിൾ ആണ്, മറ്റ് ഹീലേഴ്സിൻ്റെ അടുത്തും അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് പോയി വാങ്ങിക്കാവുന്നതാണ് എവിടെയാണെങ്കിലും. ഓൾ റൈറ്റ്, എൻ്റെ അടുത്ത് ചെറിയ ചെറിയ ക്രിസ്റ്റലാണ്, നിങ്ങൾ കണ്ടു കാണും. എൻ്റെ വീഡിയോസിൽ ഞാൻ അത് കാണിക്കാറുണ്ട് ക്രിസ്റ്റൽ. ഓക്കെ, സോ അതും വാങ്ങിക്കാം. ഓർ എൽസ് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഹാർട്ട് ചക്ര ഹീലിംഗ് കേൾക്കും. ഓൾ റൈറ്റ്, ഓക്കെ. സോ ലെറ്റ്സ് സീ സ്പിരിറ്റ് ഗൈഡ്സ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. Again, disruption and solitude. Just a minute, let me check what you mean by disruption. Please clarify on disruption. Please clarify on disruption. Disruption. 5 of Cups. Okay. See, നിങ്ങളിപ്പോൾ എന്തനുഭവിക്കുന്നു, എന്ത് വിഷമത്തിലാണോ, അത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ്. ഓക്കെ, നിങ്ങൾ സന്തോഷങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷെ നിങ്ങളുടെ വിഷമങ്ങളാണ് നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിർത്തുന്നത്. സോ അഡ്വൈസാണ്, ഈ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് വെളിയിലിറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറെ പഠിക്കണം. ഓക്കെ, ചില പ്രേക്ഷകർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പഠിക്കൂ. ചിലർക്ക് മണി റിലേറ്റഡ് കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, പണം റിലേറ്റഡ്, അത് പണം എങ്ങനെ കൂടുതൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വെൽത്ത് അഫർമേഷൻ ആയിരിക്കാം, വെൽത്തിനെ കുറിച്ചായിരിക്കാം. സോ എന്താണോ അത് നിങ്ങൾ പഠിക്കൂ. ഓക്കെ, മറ്റ് പ്രേക്ഷകരോട് പറയുന്നത് ദാറ്റ് നിങ്ങൾ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വൈസ് അതൊരു ബുക്കിൽ എഴുതൂ, ആൻഡ് ആ അഡ്വൈസിൽ പ്രവർത്തിക്കാൻ തുടങ്ങൂ എന്നതാണ് പറയുന്നത്. ഓൾ റൈറ്റ്, ഏഞ്ചലിക് അഡ്വൈസ്. Angels, please guide us. ഇൻ ദ നിയർ ഫ്യൂച്ചർ. സോ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഓക്കെ, സോ ജസ്റ്റ് ഹാവ് ഫെയ്ത്ത് വെക്കൂ, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ. ഓക്കെ, പെതുക്കെ കാര്യങ്ങൾ ചെയ്യൂ. പെട്ടെന്ന് റിസൾട്ട്സ് പ്രതീക്ഷിക്കാതിരിക്കൂ. സംവേർ പ്രതീക്ഷയാണ് നിങ്ങളെ ഒത്തിരി വിഷമിപ്പിക്കുന്നത്. സോ പ്രതീക്ഷകളെ മാറ്റിവെക്കൂ, കാര്യങ്ങൾ ചെയ്യൂ, പ്രസൻറ്റ് മൂമെൻറ്റിൽ ഇരിക്കൂ. ഓക്കെ ഗായ്സ്, സോ ഇതാണ് ഗ്രൂപ്പ് 2 റീഡിംഗ്. ഗ്രൂപ്പ് 2 റീഡിംഗ് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.